നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു പള്ളിയുണ്ട് നമ്മുടെ കൊച്ചിയിൽ. പോർച്ചുഗീസ് സ്വാധീനവും കേരളത്തിന്റെ സഭാ ചരിത്രവും ഒക്കെ ഒരുപോലെ പറയുന്ന ദേവാലയം. വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ ഏറ്റവും പുരാതന പള്ളികളിലൊന്നായ വെണ്ടുരുത്തി വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും പള്ളി ഇന്ന് ചരിത്രവും വിശ്വാസവും വാസ്തുകലകളും സമന്വയിക്കുന്ന അപൂർവ സ്മാരകങ്ങളിലൊന്നായി നിലകൊള്ളുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിരവധി ചരിത്രങ്ങൾ പറയാനുള്ള ദേവാലയം. 16-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന 15 മാർത്തോമാ പള്ളികളിൽ ഒന്ന്. അതാണ് വെണ്ടുരുത്തി പള്ളി. മുസിരിസ് തുറമുഖത്തിലേക്കുള്ള പുരാതന സ്പൈസ് റൂട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വെൺതുരുത്ത്. കാലക്രമേണ അത് വെണ്ടുരുത്തിയായി മാറി. 1341 മഹാപ്രളയത്തിൽ മുസിരിസ് തുറമുഖം നശിച്ചതോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള ക്രൈസ്തവർ കൊച്ചിയിലേക്കും വെണ്ടുരുത്തിയിലേക്കും കുടിയേറി. തുടർന്ന് 1400ഓടെ മാതാവിന്റെ നാമത്തിൽ ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. പോർച്ചുഗീസ് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ നിർമ്മിതികളാണ് ഇന്നും പള്ളിയുടെ ഉൾഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന പള്ളികളുടെ കൂരയോടുകളും മറ്റു പുരാവസ്തുക്കളും നിലവിലുള്ള പള്ളിയുടെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അൾത്താരയിലെ രൂപങ്ങളിൽ പലതും 2.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നവയാണ്. അൾത്താര തന്നെ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ആർട്ട് വർക്ക് നമ്മോട് ഓരോ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് മാതാവിൻ്റെ സ്വർഗാരോഹണമാണ്. ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റിങ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് സാധാരണ ഒരു തരത്തിലുള്ളൊരു പെയിൻറ്റിങ് അല്ല. ഇത് നാച്ചുറലായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് അങ്ങനെ ഇലച്ചാറുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇത് അന്ന് ചെയ്തതാണ്. 1788 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ചെയ്തതാണ്. പിന്നീട് റീപെയിൻറ്റിങ്ങും മറ്റൊന്നും ചെയ്തിട്ടില്ല. 1599 ഉദയംപേരൂർ സുനഹദോസിലും വെണ്ടുരുത്തി ഇടവകയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1676 വെള്ളപ്പൊക്കത്തിൽ പള്ളി തകർന്നെങ്കിലും 1788 ലൂക്കാ പാദ്രിയുടെയും മിഖായേൽ കപ്പിത്താന്റെയും നേതൃത്വത്തിൽ പുനർനിർമ്മാണം നടന്നു. ഈ ദേവാലയത്തിന്റെ ചുവരിൽ പലയിടങ്ങളിലും ഇതുപോലെ തേക്കാത്ത പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ പള്ളി പണിതപ്പോൾ ഏത് രീതിയിൽ നിർമ്മിച്ചു, ഏത് കല്ലുകൾ ഉപയോഗിച്ചു, പിന്നെ ഈ കടൽ തീരത്തുള്ള ആ ഒരു ഷെല്ലുകളും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കും, നമ്മൾ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. പത്രോസ് പൗലോസ് ശ്ലീഹായുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു ഭയങ്കര വിശ്വാസമാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നൊവേനയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പത്രോസ് പൗലോസ് ശ്ലീഹയുടെ. അപ്പോൾ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ അനേകം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഈ ദേവാലയത്തിൽ വന്ന് ഞങ്ങൾ ദിവസവും കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയും നല്ലൊരു അനുഗ്രഹമുള്ള ദേവാലയമാണിത്. ഈ പള്ളിയിൽ ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഒരു 70 കൊല്ലത്തോളായി. ഭയങ്കര ഐശ്വര്യമുള്ള പള്ളിയാണ്. എല്ലാവർക്കും വരാനുള്ള ഒരു ആകർഷണീയമായിട്ടുള്ളൊരു പള്ളിയായത്. കേരളം കണ്ട ആദ്യ അഹിംസാ സമരങ്ങളിൽ ഒന്നിനും വെണ്ടുരുത്തി സാക്ഷിയായി. പള്ളി ആക്രമിക്കാനെത്തിയ സൈന്യത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ വെണ്ടുരുത്തിപ്പുഴയിൽ അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പ്രതിരോധിച്ചു. ഒടുവിൽ സൈന്യം പിൻവാങ്ങുകയായിരുന്നു.
കൊച്ചി നേവൽ ബേസിന്റെ ഉൾഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പള്ളിയെക്കുറിച്ച് പലർക്കും കാര്യമായ അറിവില്ല. ഈ പള്ളിയിലേക്ക് വരാനായിട്ട് വഴിയുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരാം. അതിന് യാതൊരു തടസ്സവുമില്ല. പള്ളിയിൽ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തടസ്സമില്ല. 1886 വരാപ്പുഴ അതിരൂപത നിലവിൽ വന്നതോടെ മാതാവിന്റെ നാമത്തിലുള്ള പള്ളി വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും പള്ളിയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1942 നേവൽ ബേസിനായി 100 കണക്കിന് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടതും പിന്നീട് വിവിധ പുതിയ ഇടവകകൾ രൂപം കൊണ്ടതും വെണ്ടുരുത്തി ഇടവകയുടെ വിസ്തൃതി കുറച്ചു. ഇന്ന് 150-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഈ ഇടവകയുടെ ഭാഗമായുള്ളത്. കാലം മാറിയെങ്കിലും വിശ്വാസത്തിന്റെ അടിത്തറയിൽ മാറ്റമില്ല. 6 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെണ്ടുരുത്തി പള്ളി ഇന്നും ചരിത്രവും സംസ്കാരവും വിശ്വാസവും ചേർന്ന ഒരു പൈതൃക സ്മാരകമായി നിലകൊള്ളുകയാണ്. ദൃശ്യങ്ങൾ പകർത്തിയ ജിബിൻ ജോസഫിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.